UDF-ന് വേണ്ടി രാഷ്ട്രീയമായിട്ടുള്ള നിലപാടെടുത്ത് കൊണ്ട് എതിരാളി പാർട്ടിക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം അദ്ദേഹം ഏറ്റുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ആ പ്രചരണത്തിന്റെ ഭാഗമാണല്ലോ ശൈല ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരായിട്ട് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഉൾപ്പെടെ ഇരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്തത് എന്താ? 2 ടേം തുടർച്ചയായി മത്സരിക്കുന്ന സഖാക്കൾ മാറി നിൽക്കണം, പാർട്ടിയുടെ പൊതു നിലപാടാണ്. അങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മണ്ഡലം പിടിച്ചെടുക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചാൽ മാത്രമേ അവിടെ ജയിക്കുകയുള്ളൂ എന്ന നിലയുണ്ടെങ്കിൽ, പിടിച്ചെടുക്കേണ്ടതാണെങ്കിൽ അവിടെ എക്സംഷൻ കൊടുക്കാം. ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഇപ്പോൾ മട്ടന്നൂർ മണ്ഡലം, തലശ്ശേരി മണ്ഡലം ഏത് സാഹചര്യത്തിലും ഇടതുപക്ഷം ജയിക്കുന്ന മണ്ഡലമാണ്. 2 സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ നിലവിലുള്ള MLA-മാർ മാറി നിൽക്കണമെന്ന് തീരുമാനിക്കുകയാണ്. അതിൻ്റെ കൂടെ ഞങ്ങൾ മറ്റൊന്നുകൂടി ചർച്ച ചെയ്യാണ്. ഈ മാനദണ്ഡത്തിൽ ഒരു വ്യവസ്ഥയുണ്ടല്ലോ, പിടിച്ചെടുക്കേണ്ട മണ്ഡലമാണെങ്കിൽ മറ്റൊരു അവസരം നൽകാം. ഞങ്ങൾ ചർച്ച ചെയ്തു. ശൈല ടീച്ചറെ പോലെ പൊതു സ്വീകാര്യതയുള്ള ഒരാള് കഴിഞ്ഞ തവണ 2,000 വോട്ടിന് മാത്രമാണ് പേരാവൂർ മണ്ഡലത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടത്. അങ്ങനെ പൊതു സ്വീകാര്യതയുള്ള ഒരു പാർട്ടി നേതാവ്, പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ അംഗമായിട്ടുള്ള ഒരു പാർട്ടി നേതാവ് പേരാവൂർ മണ്ഡലത്തിൽ മത്സരിച്ചു കഴിഞ്ഞാൽ പേരാവൂർ മണ്ഡലം ജയിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾ ചർച്ച ചെയ്തതാ. ഞങ്ങൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയോട് അഭ്യർത്ഥിച്ചു. സാധാരണ രീതിയിൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം, ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു പാർട്ടി നേതാവ് ടൈറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച് സാധാരണ നിലയിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലല്ലോ. പക്ഷെ ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റിയോട് അഭ്യർത്ഥിച്ചു, ഇങ്ങനെ ഒരു തീരുമാനം പാർട്ടി സംസ്ഥാന കമ്മിറ്റി എടുത്തു തരികയാണെങ്കിൽ പേരാവൂർ മണ്ഡലം ഞങ്ങൾ പിടിച്ചു തരും. സംസ്ഥാന കമ്മിറ്റിയും ശൈല ടീച്ചറും ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ശൈല ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കി നിർത്താമെന്ന് ഞങ്ങൾക്ക് അനുമതി തന്നു. ഇപ്പോ പേരാവൂർ മണ്ഡലത്തിൽ ശൈല ടീച്ചർ മത്സരിക്കുകയാണ്. ഞങ്ങൾക്ക് ഉറപ്പാണ് ആ മണ്ഡലം ജയിക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തോ ഒതുക്കാനോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എതിരാളി നടത്തുന്ന പ്രചരണത്തെ KPCC-യുടെ പ്രസിഡന്റിന് വേണ്ടിയിട്ട് സണ്ണി ജോസഫിന് വേണ്ടി വിടുപണി ചെയ്യുന്ന പണിയല്ലേ ടി കെ ഗോവിന്ദമാഷ് ചെയ്തത്? അപ്പൊ UDF-ന്റെ പിന്തുണ തേടിയ ഉടനെ തന്നെ UDF-നും അതിന്റെ നേതൃത്വത്തിനും വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു ജോലിയല്ലേ ടി കെ ഗോവിന്ദമാഷ് ചെയ്തിട്ടുള്ളത്? അതിനുവേണ്ടിയല്ലേ അങ്ങനെ ഒരു പ്രചരണം നടത്തിയത്? ഇപ്പൊ സഖാവ് TA മസൂദന്റെ സ്ഥാനാർത്ഥിത്വം നുണപ്രചരണമാണ് നടത്തിയിട്ടുള്ളത്. പാർട്ടി ചർച്ച ചെയ്ത് കണ്ടു എന്താണ് തെറ്റ്. പാർട്ടി കണ്ടെന്താ? സമയബന്ധിതമായി വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചിട്ടില്ല. ടി കെ ഗോവിന്ദമാഷ് ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് വിശദമായ പരിശോധന നടത്തി നിലപാടെടുക്കുന്നു. ഗോവിന്ദമാഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ആ നിലപാട് പാർട്ടിക്കകത്ത് പോയിട്ട് വിശദീകരിക്കുന്നു. അങ്ങനെയുള്ള ഗോവിന്ദമാഷ് രാഷ്ട്രീയമായി UDF-മായി ഒത്തുകളിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ UDF-ന് പറ്റുന്ന രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് മസൂദന്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചും നേരത്തെ അദ്ദേഹം പാർട്ടിക്കകത്തും പുറത്തും സ്വീകരിച്ച നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കുന്നു. ഇപ്പൊ ആരെങ്കിലും ഒരാൾ തെറ്റായ ഒരു പ്രചരണം ഒരു പാർട്ടി നേതാവിനെതിരായിട്ട് നടത്തിയാൽ ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുക. ആ പ്രചരണത്തിന് വിധേയപ്പെട്ടുകൊണ്ട് അതിന്റെ മുന്നിൽ കീഴടങ്ങുന്ന സമീപനമല്ല ഞങ്ങൾ ഒരു ഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത്, അങ്ങനെ ഒരു നുണപ്രചരണം നടത്തി ഏതെങ്കിലും ഒരു പാർട്ടി നേതാവിനെ ശരിപ്പെടുത്താൻ വേണ്ടി പുറപ്പെട്ടാൽ അതിന് വിധേയപ്പെടാൻ വേണ്ടി പാർട്ടിക്ക് മനസ്സില്ല. ഞങ്ങൾ തീരുമാനിച്ചത് തന്നെയാണ്. അതുകൊണ്ട് TA മസൂദനെ വീണ്ടും മത്സരിക്കണം. അതുകൊണ്ടാണ് കണ്ടത്. ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ഈ നുണപ്രചരണങ്ങൾ, വ്യക്തിഹത്യ നടത്തിക്കൊണ്ടുള്ള നുണപ്രചരണങ്ങളൊന്നും അവിടെയുള്ള ജനങ്ങൾ ഏറ്റെടുക്കില്ല എന്നുള്ള നല്ല വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്.